ഹലോ നമസ്കാരം. ഹോല വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട GS റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ്. GS എന്ന് പറഞ്ഞാൽ ജെന്യുവിൻ സ്റ്റുഡൻറ് റിക്വയർമെൻറ്റ്സ്. ഇതിനകത്ത് അക്കാഡമിക്സ് വരും, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് പറയും, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എങ്ങനെ ക്ലിയർ ചെയ്യാം. ഹോല വേൾഡ് അവതരിപ്പിക്കുന്ന മാജിക് നമ്പേഴ്സും ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക. ആദ്യമായി അക്കാഡമിക്സ്. മാസ്റ്റേഴ്സിന് വേണ്ടുന്ന മിനിമം സ്കോർ എന്ന് പറയുന്നത് 55% ആണ്. നിങ്ങളുടെ പ്രീവിയസ് ഡിഗ്രി ഏതാണോ അതിൽ 55% ആവശ്യമാണ്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സ് കഴിഞ്ഞ കുട്ടികളും അതുപോലെ തന്നെ ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ആണെങ്കിലും സെയിം ഇതുപോലെ തന്നെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സൈക്കോളജി, നേഴ്സിംഗ്, മെഡിസിൻ തുടങ്ങിയ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ അതിനൊരു 65% ആണ് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ഈ അക്കാഡമിക്സിനോടൊപ്പം തന്നെ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു സാധനം ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും. അതായത് അക്കാഡമിക് ഗ്യാപ്പ് ഉണ്ടോ. ഇപ്പം ഒത്തിരി കുട്ടികൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് CA പോലത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാം, ഗേറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ PSC കോച്ചിങ്ങിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഗ്യാപ്പ് അൺഎക്സ്പ്ലെയിനബിൾ ഗ്യാപ്പാണ്. കാരണം ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊടുത്താലും ഒരു കൊല്ലത്തിന് മേളിൽ അങ്ങനത്തേത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊരു കോമ്പറ്റന്റ് സ്റ്റുഡൻറ്റിൻ്റെ ലക്ഷണമല്ല എന്നാണ് പറയുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം 1 ഇയർ വരെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിൽ 1 ഇയർ ചോദിക്കില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, ചോദിക്കും. ഇപ്പോൾ 2023 പാസ് ഔട്ട് ആയിട്ടുള്ളൊരു കുട്ടിക്ക് ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ചോദിക്കുന്നത് 2023 ജൂൺ തൊട്ട് നിങ്ങൾ ഇത്ര നാൾ വരെ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പം നമുക്കതിന് എന്തെങ്കിലുമൊക്കെ മാർഗം വേണേ സെറ്റാക്കാം. ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള 6 മാസം എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അതനുസരിച്ച് കാലേ കൂട്ടി തയ്യാറെടുക്കുക. ഈവൻ തോന്നി നിങ്ങളൊരു പരീക്ഷ എഴുതുന്നുണ്ട്, ആ പരീക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്ന് 100% കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു ബാക്കപ്പായിട്ട് ഒരു സ്ഥാപനത്തിൽ 6 മാസം ജോലി ചെയ്യുന്നതായിട്ടുള്ള രേഖകൾ വേണം. അപ്പോൾ നിങ്ങൾ ഈ പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ജോലി ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസവും റിസീവ് ചെയ്യുക. അതും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യാഷ് ഇൻ ഹാൻഡ് പറ്റില്ല. ബാങ്ക് സാലറി ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ വരണം. അത്രയും കടുപ്പത്തിൽ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഓസ്ട്രേലിയ അങ്ങനെ പെട്ടെന്ന് കയറി വന്ന ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്നതല്ല. അവർ നന്നായി സ്ക്രൂട്ടനൈസ് ചെയ്ത് ചെക്ക് ചെയ്ത് ശരിക്കും ഇൻട്രസ്റ്റഡ് ആണ്, ജെനുവിൻ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവരായിരിക്കും നോർമലി. അപ്പോൾ അവർ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും പ്രോസസ്സ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാലേക്കൂട്ടി ഒന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ പഠനം തീരുമാനിക്കുന്നത് അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പാത്ത് വേ ടൈലർ ചെയ്ത് തരാൻ പറ്റും. അതാണ് ഹോല വേൾഡിൻ്റെ ബലവും ശക്തിയും കേട്ടോ. ഞങ്ങളുടെ ടീമിൽ ഓരോരുത്തരും ഇതിനെപ്പറ്റി വളരെ അവബോധവാന്മാരാണ്. അതുപോലെ സ്കോളർഷിപ്പിന് വേണ്ടുന്ന മിനിമം സ്കോർ എന്ന് പറയുന്നതും 55% ആണ്. നിങ്ങൾക്ക് ഒരു 90 എബോവ് സ്കോർ ഉണ്ടെങ്കിൽ, ഡിഗ്രിക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈസ് ചാൻസലർ സ്കോളർഷിപ്പിന് എലിജിബിൾ ആവാനുള്ള സാധ്യത കൂടുതലാണ്. 90% കൂടുതലുള്ള എല്ലാവർക്കും കിട്ടുമെന്നല്ല, അവരുടെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അത് കിട്ടുക. അടുത്തതായി ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് നമ്മൾ സാധാരണ എഴുതാൻ പറ്റുന്ന പരീക്ഷ IELTS, PTE, TOEFL, IBT ആണ്. ഇതിൽ ഏറ്റവും നല്ലത് ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ PTE ആണ്. കാരണം അതാണ് ഏറ്റവും എളുപ്പം. അത് നമ്മുടെ PR സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോഴും PTE തന്നെയാണ് നല്ലത്. എത്രയാണ് വേണ്ട സ്കോർ എന്ന് പറയാം. അതായത് 6 ബാൻഡിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള 50ഉം 6.5ൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള 58ഉം ആണ് വേണ്ടത്. ഓവറോൾ 58ഉം ഇൻഡിവിജ്വൽ 50യുമാണ് വേണ്ടത്. ടോഫലിനും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കോർ എടുത്താൽ മതി. അപ്പോൾ PTE തന്നെ എടുക്കുന്നതായിരിക്കും, PTE അക്കാഡമിക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. ഇനി നഴ്സിംഗ് പോലെയുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ സൈക്കോളജി, സോഷ്യൽ വർക്ക്, ഇങ്ങനത്തെ ഓപ്ഷൻസിലേക്ക്, നഴ്സിംഗ്, ടീച്ചിങ്, ഇങ്ങനത്തെ സെക്ഷൻസിലൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 7 ബാൻഡാണ് വേണ്ടത്. IELTSൻ്റെ ഇൻഡിവിജ്വൽ ഓവറോൾ 7 വേണം. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ 65 ആണ്. ഇൻഡിവിജ്വൽ 65, ഓവറോൾ 65. ചില ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഓവറോൾ 72 ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ സ്പീക്കിംഗ്, അതുപോലെ തന്നെ ലിസണിങ്ങിനൊക്കെ സ്കോർ കൂടുതൽ ചോദിക്കാറുണ്ട് അവർ. എന്നാലും ഓവറോൾ നിങ്ങളൊരു 65ഉം ഇൻഡിവിജ്വൽ 65 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. അടുത്തതായിട്ട് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ക്ലിയർ ചെയ്യാനുള്ള മാജിക് നമ്പേഴ്സ് 35, 10 and 12. ഇതാണ് മാജിക് നമ്പേഴ്സ്. എന്താണ് 35? 35 നമുക്ക് വേണ്ടുന്ന ഓവറോൾ ടോട്ടൽ ഫണ്ടാണ്. ഇത് എഡ്യൂക്കേഷൻ ലോൺ ആവാം, അതല്ലെങ്കിൽ ഓൺ ഫണ്ടും ആവാം. അപ്പം എഡ്യൂക്കേഷൻ ലോണോ ഫിക്സഡ് ഡെപ്പോസിറ്റോ സേവിങ്സോ ആയിട്ട് ഈ ഫണ്ട് കാണിക്കാം. ഒരു നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നുള്ള ഫണ്ട് ആയിരിക്കണം. എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിലും ശരി, ഓൺ ഫണ്ട് ആണെങ്കിലും ശരി.
അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിലും ആകാം കേട്ടോ. 35 കുറച്ച് എഡ്യൂക്കേഷൻ ലോണും കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റും കുറച്ച് സേവിങ്സും അങ്ങനെ വേണേലും ആകാം. പക്ഷേ 35 ലക്ഷം രൂപയുടെ ഫണ്ട് നമുക്ക് കാണിക്കേണ്ടി വരും. ഇനി നിങ്ങളുടെ ഓൺ ഫണ്ട് ആണെങ്കിൽ അതിന് മച്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഫണ്ടിന് മിനിമം 6 മന്ത്സിന്റെ മച്യൂരിറ്റി ആണ്. ഇനി മച്യൂരിറ്റി ഇല്ലാത്ത ഫണ്ട് ആണെങ്കിൽ പ്രോപ്പർ സോഴ്സ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് കിട്ടുന്ന ഫണ്ടാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സെയിൽ ഡീഡായിരിക്കും സോഴ്സ് ആയിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ പ്രോപ്പർട്ടി വിട്ടു, എനിക്ക് പൈസ കിട്ടി, എനിക്ക് നാളെ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യാം, എനിക്ക് സെയിൽ ഡീഡ് കയ്യിലുണ്ടെങ്കിൽ സോഴ്സ് ഉണ്ട്, ഒരു പ്രശ്നമില്ല. അതുപോലെ ഏതൊക്കെ ഫണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്, പോസ്റ്റ് ഓഫീസിലെ ഫണ്ട് പറ്റില്ല, കോപ്പറേറ്റീവ് ബാങ്കിലെ ഫണ്ട് പറ്റില്ല, ട്രഷറി, ഇവിടുത്തെ മ്യൂച്വൽ ഫണ്ട്സ് ഇതൊന്നും പറ്റില്ല. ഇവിടുത്തെ ഫണ്ടൊക്കെ പറ്റും. എപ്പോഴാ ഇതെല്ലാം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞതുപോലെ നാഷണലൈസ്ഡോ ഷെഡ്യൂൾഡ് ബാങ്കിലോ എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്കിത് പറ്റും. അതായത് നമ്മൾ GS സബ്മിറ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ ഇതൊരു നാഷണലൈസ് ബാങ്ക്, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് മാറ്റിയിടാം. ഞാൻ ഇതിന് ഷെഡ്യൂൾഡ് ബാങ്ക് പറയുന്നത് വെച്ചാൽ നാഷണലൈസ് ബാങ്കിൻ്റെ എണ്ണം ഇത്രയുണ്ട്, ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ എണ്ണം ഇത്രയുണ്ട്. കുറച്ചുകൂടെ കൂടുതൽ ബാങ്കുകളുണ്ട് ഷെഡ്യൂൾഡ് ബാങ്ക് ലിസ്റ്റ്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് ആണെങ്കിൽ അവർ അംഗീകരിക്കും. ഈ കോപ്പറേറ്റീവ് ബാങ്കും പോസ്റ്റ് ഓഫീസിലെ ഫണ്ടും ട്രഷറിയിലെ ഫണ്ടും ഒന്നും ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെ കാറ്റഗറി വരുന്നതല്ലാത്തത് കൊണ്ടാണ് ഇവരത് വിശ്വസിക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടെങ്കിൽ വെറുതെ വേണമെങ്കിൽ ഒരു ലെറ്റർ എഴുതി തരാൻ പറ്റും. അപ്പോൾ അതിനെ അത്രയും അവർ ബലമുള്ള ഒരു ഫണ്ടായിട്ട് കാണുന്നില്ലാത്തത് കൊണ്ട് അവർ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നുള്ള ലെറ്റർ ആണ് പവർഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ലോണോ ഫിക്സഡ് ഡെപ്പോസിറ്റോ സേവിങ്സോ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് 35 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു. ഇനി ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ 10 ഏറെ. അല്ല, അതുപോലെ തന്നെ നമുക്ക് HDFC ക്രെഡിറ്റ് ലൈവിന്റെ ഈ ലോൺ അക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ കൊളാട്രൽ വെച്ചിട്ടുള്ള ഒരു ലോൺ ആയിരിക്കണം, എഡ്യൂക്കേഷൻ ലോൺ ആയിരിക്കണം. കൊളാട്രൽ ഇല്ലാണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ ബാങ്കേ ഉള്ളൂ, യൂണിയൻ ബാങ്ക്. അവർക്കൊരു ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റീസിൽ ഏതെങ്കിലും ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് നോൺ കൊളാട്രൽ. യൂണിയൻ ബാങ്ക് നോൺ കൊളാട്രൽ കൊടുക്കുന്ന ആകെ 11 യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയിലുള്ളൂ. ആ യൂണിവേഴ്സിറ്റീസിലേക്കാണ് ആപ്ലിക്കേഷൻ പോകുന്നതെങ്കിൽ അവിടെ ഫീസ് അല്പം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് അവിടെ എലിജിബിൾ ആണോ എന്ന് നോക്കണം. എന്നാലേ നോൺ കൊളാട്രൽ, അതായത് നിങ്ങൾക്ക് ഒരു വസ്തു വെച്ചിട്ടോ കൊളാട്രൽ വെച്ചിട്ടോ ലോൺ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ യൂണിയൻ ബാങ്കിൻ്റെ സഹായം എടുക്കുക. HDFC ക്രെഡിറ്റ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസും വാലിഡായിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ബി വെയർ. നിങ്ങൾ യൂണിയൻ ബാങ്കിനെ എടുക്കുകയോ അല്ലെങ്കിൽ കൊളാട്രൽ വെച്ച് ലോൺ എടുക്കാനോ ശ്രമിക്കുക. ഈ ലോൺ എടുക്കുമ്പോൾ എല്ലാവരും മടിച്ചിരിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ഈ ഫണ്ടുണ്ട് ജസ്റ്റിനെ, പക്ഷേ ഈ ഫണ്ട് വെച്ചിട്ട് ഞാൻ എങ്ങനെ, എൻ്റെ ഈ ഫണ്ടുണ്ട് പക്ഷെ അത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ബിസിനസ്സുകാർ കാണും. അങ്ങനെയുള്ളവർക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. ഇച്ചിരി കാശ് മുടക്കിയാൽ അതിനാകെ വരുന്ന നഷ്ടം അതിന് വേണ്ട ഇൻഷുറൻസും അതിൻ്റെ പേപ്പർ വർക്കിനും വരുന്ന കുറച്ച് നഷ്ടമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആവും നിങ്ങളുടെ പ്രൊഫൈല്. അതിൽ നിന്ന് എടുത്ത് ഫീസ് അടയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഫസ്റ്റ് ട്യൂഷൻ ഫീ പേയ്മെൻറ്റിൻ്റെ ഒരു ചെറിയ അംശം, ഒരു 2-2.5 ലക്ഷം രൂപ ലോണിൽ നിന്ന് എടുത്ത് അടച്ചാൽ മതിയാകും, ആ ലോൺ വാലിഡ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി. ബാക്കി നിങ്ങൾ ആ ലോണിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഈ ഫണ്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങളുടെ ആ ഫണ്ട് വെച്ച് എടുക്കുക, അല്ലാതെ നിങ്ങൾക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ പഠന കാലയളവിൽ ഈ ലോൺ വേണം, സാങ്ഷനായി അവിടെ കിടന്നോട്ടെ. നിങ്ങൾ ഏത് ഫണ്ടാണോ എടുത്തേക്കുന്നത് അതിന് മാത്രമേ പലിശ വരുന്നുള്ളൂ. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന വെച്ച് അടയ്ക്കാനുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ ആണ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. കറണ്ട് അക്കൗണ്ട് പറ്റില്ല, സേവിങ്സോ ഫിക്സഡ് ഡെപ്പോസിറ്റേ പറ്റത്തുള്ളൂ. ബിസിനസ്സുകാരൊക്കെ ശ്രദ്ധിക്കുക. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടും ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഏറ്റവും ലാഭകരമായി ഏറ്റവും ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടാമെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസിയിൽ നിന്ന് അറിവ് ലഭിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ കമ്പയർ മോസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും ലാഭത്തിൽ ലോൺ കിട്ടുന്ന, ഏറ്റവും ചെറിയ ഇൻട്രസ്റ്റിൽ ലോൺ കിട്ടുന്ന എവിടെ നിന്നാണെന്നുള്ളത് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. മാജിക് നമ്പേഴ്സിലെ 35 എന്നുള്ള കാര്യം പറഞ്ഞു. അടുത്തത് 10 ലക്ഷം രൂപ. ഈ 35 + 10 45 എന്ന് വേണേൽ പറയാം. പക്ഷേ ഈ 10 ഞാൻ 35ഉം 10ഉം മാറ്റി പിടിച്ചിരിക്കുന്നത് 10 ഫണ്ടാണ്. പക്ഷേ ഈ 10 നമുക്ക് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റണം. നിങ്ങൾ സോഴ്സ് ഉള്ള ഫണ്ട് 10 ലക്ഷം രൂപ. അതായത് നിങ്ങൾ ലോൺ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി ഒരു 10 ലക്ഷം കയ്യിൽ നിന്ന് ഓൺ ഫണ്ടായിട്ട് ഉണ്ട് എന്ന് ചില യൂണിവേഴ്സിറ്റികൾ, ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു മാജിക് നമ്പർ റൂളിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് ഈ നമ്പേഴ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നത്, റൂള് പോലെ കൊണ്ടുവരുന്നത്. 35 എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിലും ഒരു 10 ലക്ഷം രൂപ +10 നിങ്ങളുടെ കയ്യിൽ വേണം. ടോട്ടൽ 45 ശരിക്കും വേണ്ട ഫണ്ട് ഫോർ എ മാസ്റ്റേഴ്സ്. ഇതൊരു നല്ല വാല്യൂ ആണ് കേട്ടോ. ഇതിനേക്കാളും കുറഞ്ഞത് വർക്ക് ആവും. പക്ഷേ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ കിട്ടും. അപ്പം ഞങ്ങൾ എന്തിനാണ് ഈ വാല്യൂസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിൽ കുറഞ്ഞൊരു വാല്യൂ ആയിട്ട് വന്നിട്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നാളെ ഞങ്ങൾ പറഞ്ഞൊരു ഇൻഫർമേഷൻ കാരണമാണ് എൻ്റെ കൊച്ചിനെ അവിടെ കിട്ടാൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള വാല്യൂ ആണ് പറയുന്നത്. പക്ഷേ കേസ് ബൈ കേസ് ബേസിസിൽ നമുക്ക് കുറച്ചൊക്കെ ഫ്ലെക്സിബിൾ ആവാം. അപ്പോൾ ഈ റൂള് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഫണ്ട് നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ സേവിങ്സ് ആയിട്ടോ ഉണ്ടെങ്കിൽ അത്യുത്തമം അല്ലേ? അതെ. സോ മാജിക് നമ്പേഴ്സിൽ അടുത്ത പോയിന്റ് ആണ് 12 lakhs. എന്താണ് 12 lakhs? 12 lakhs എന്ന് പറഞ്ഞാൽ ഇൻകം, ഒരു വർഷത്തെ ആനുവൽ ഇൻകം 12 ലക്ഷം രൂപ സ്പോൺസേഴ്സിനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. ആരൊക്കെയാണ് സ്പോൺസേഴ്സ്? കുട്ടിയുടെ അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്, അച്ഛൻ്റെ അമ്മയുടെയോ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, ഗ്രാൻഡ് പേരൻസ്. ഇതിൽ പ്രൈമറി സ്പോൺസേഴ്സും ഉണ്ട്, സെക്കൻഡറി സ്പോൺസേഴ്സും ഉണ്ട്. പ്രൈമറി സ്പോൺസേഴ്സ് ആവാൻ പറ്റുന്നത് അച്ഛനോ അമ്മയ്ക്കോ ആണ്. ബാക്കി എല്ലാവരും സെക്കൻഡറി സ്പോൺസേഴ്സ് ആണ്. ഇനി അച്ഛനെയോ അമ്മയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സിബ്ലിങ്സിനും പ്രൈമറി സ്പോൺസർ ആവാൻ പറ്റുന്ന കേസും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ പ്രൈമറി സ്പോൺസേഴ്സിന് വേണ്ട ഫണ്ട്, അവർക്ക് വേണ്ട ആനുവൽ ഇൻകം 8.4 ലക്ഷം. അപ്പോൾ നമ്മൾ അറിയാം മൊത്തം ഇൻകം 12 ആണ്. ഈ 12 മുഴുവൻ പ്രൈമറി സ്പോൺസേഴ്സിനെയാണ് സന്തോഷം. പക്ഷേ ഇതിനകത്തൊരു റൂള് പറയുന്നത് 8.4 എങ്കിലും പ്രൈമറി സ്പോൺസേഴ്സിൻ്റേത് ആയിരിക്കണം. വാർഷിക വരുമാനം ഉണ്ടായിരിക്കണം. അത് ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടുള്ളതായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യയിലാണ് സ്പോൺസേഴ്സെങ്കിലാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. കാരണം ഈ ചോദ്യം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ NRIs ഒക്കെ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾക്ക് ഇൻകം ടാക്സ് ഇല്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ട ഇൻകം. ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ITR ആവശ്യമേ ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ സാലറി ബാങ്ക് സ്റ്റേറ്റ്മെന്റും സാലറി സ്ലിപ്പും മാത്രമേ ആവശ്യമുള്ളൂ. അതെ, 8.4 ഇൻകം ഉണ്ടെന്ന് കാണിച്ചാൽ മതി. ഇപ്പൊ പ്രൈമറി സ്പോൺസേഴ്സിനെയാണ് 8.4. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് മാക്സിമം 3 സ്പോൺസേഴ്സിനെ വരെ ആഡ് ചെയ്യാം. അപ്പോൾ പ്രൈമറി സ്പോൺസേഴ്സിൽ നിന്ന് 8.4, റെസ്റ്റ് സെക്കൻഡറി സ്പോൺസേഴ്സിനെ കയ്യിൽ നിന്ന് വാങ്ങാം. സെക്കൻഡറി സ്പോൺസേഴ്സ് അങ്കിൾ, ആൻറ്റി, ഗ്രാൻഡ് പേരൻസ് ആണ് പറ്റുന്നത്. പ്രൈമറി സ്പോൺസേഴ്സിനകത്ത് അച്ഛൻ, അമ്മ, സിബ്ലിങ്സ് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ 3 എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു പേരൻറ്റിൻ്റെ എങ്കിലും 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വേണം. കഴിഞ്ഞ വർഷം ഞാൻ 6.5 പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം 6 കുറയ്ക്കാനൊരു കാരണം നമ്മുടെ നിർമ്മല സീതാരാമൻ, ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നമ്മുടെ ടാക്സ് ലാബ് കുറച്ചിട്ടുണ്ട്. അതായത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് ടാക്സ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 6 ആക്കിയത്. 5-5.5 ചില കേസുകളിൽ കേസ് ബൈ കേസിൽ നമുക്ക് വർക്കാക്കാൻ പറ്റും. പക്ഷേ നോട്ട് ആൻ ഈസി ടാസ്ക്. അതുകൊണ്ട് 6 ഫയൽ ചെയ്യുക. 6.5 ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ പേരൻ്റ് ഒരാളുടെയെങ്കിലും 6 ഉണ്ട്. പ്രൈമറി സ്പോൺസേഴ്സിനെ 8.4 എത്തിക്കുക. മൊത്തത്തിൽ 12 ലക്ഷം എത്തിക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡറി സ്പോൺസർ. ഇപ്പോൾ അച്ഛൻ ഒരാൾക്ക് തന്നെ ഒരു 15 ലക്ഷം വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ സൂപ്പർ. എല്ലാ കണ്ടീഷനും ഒറ്റയടിക്ക് നമ്മൾ കേറ്റർ ചെയ്തു കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 35 lakhs പ്ലസ് ഒരു 10 lakhs. അപ്പോൾ ഈ ടോട്ടൽ 45 lakhs ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് ഈ പ്രൈമറി സ്പോൺസേഴ്സിന്റെ ഫണ്ട് എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 35 + 10 ആ ടോട്ടൽ ഫണ്ട് ഒരു 45 lakhs പറയുന്നുണ്ടല്ലോ മാസ്റ്റേഴ്സുകാർക്ക്. ഈ 45 lakhsന്റെ 70% പ്രൈമറി സ്പോൺസേഴ്സിൻ്റെ തന്നെ ആവണം. 30% സെക്കൻഡറി സ്പോൺസേഴ്സിൻ്റേത് ആകാം. അപ്പോൾ സെക്കൻഡറി സ്പോൺസർ ആയിട്ടുള്ള അങ്കിളോ ആൻറ്റിയോ ഇവരുടെയൊക്കെ ഫണ്ട് കാണിക്കാം. അപ്പം ഈ ഫണ്ട് കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് നിങ്ങളുടെ ഈ ഫണ്ട് അവർക്ക് കൊടുക്കണം, പിള്ളേർക്ക് പഠിക്കുന്ന സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് ഒന്നും തരുമല്ല. ഞങ്ങൾക്ക് ആസ്തിയൊക്കെ ഉണ്ട് ഒരു എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിന് റിസോഴ്സസ് ഉള്ളവരാണ് എന്ന് കാണിക്കാനല്ല, നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പല അങ്കിളോ ആൻറ്റിയുടെ അടുക്കുകയും ഈ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം ചോദിക്കാൻ മടിച്ച് നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർ സാധാരണ ഞങ്ങൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം വേണം നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് സ്മൂത്ത് ആക്കാൻ പറ്റും പ്രോസസ്സ്. ഒന്നും പേടിക്കാനില്ല. ജസ്റ്റ് നിങ്ങൾ ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നൊന്ന് കാണിച്ചാൽ മാത്രം മതി. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ മതി. അല്ല നിങ്ങൾ കൊടുക്കണമെന്നല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ 45 ലക്ഷത്തിൻ്റെ 70% പ്രൈമറി സ്പോൺസേഴ്സിൻ്റെ ഫണ്ടായിട്ടും 30% വേണമെങ്കിൽ സെക്കൻഡറി സ്പോൺസേഴ്സിൻ്റെ ഫണ്ടായിട്ടും കാണിക്കാം. അപ്പോൾ നമ്മുടെ മാജിക് നമ്പേഴ്സ് പറഞ്ഞു തീർന്നു. 35, 10, 12. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ സെക്കൻഡറി സ്പോൺസേഴ്സ് അങ്കിൾ ആൻറ്റി വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ രേഖകൾ തരാനൊന്നും മടിക്കും. പ്രൈവസി ഇഷ്യൂ, ഇതൊക്കെ എന്തിനാണ് ഏജൻസി ചോദിക്കുന്നത് എന്നൊക്കെ. കാരണം പാസ്പോർട്ട് വേണം, സാലറി സ്റ്റേറ്റ്മെന്റ് വേണം, പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം തന്നെ കളക്ട് ചെയ്യാൻ തരാനൊരു മടിയുണ്ട്. അതിൽ ന്യായമുണ്ട്. അവർ ആ ചോദിക്കുന്നതിൽ കൺസേൺ ഉണ്ട്. കാരണം വിദേശത്തൊക്കെ അറിയാം നിങ്ങളുടെ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ക്രൈം നടത്തി വേണമെങ്കിൽ ഫണ്ടൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമെന്നൊക്കെയാണ്. അപ്പം നമ്മളത് വളരെ വിജിലൻ്റായിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. പക്ഷേ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യത്ത് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻസിനെ നല്ല സംശയം. നമ്മൾ ഓൾറെഡി ഒത്തിരി കള്ളത്തരം കാണിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ടാണ് അവർ ഇത്രയും കെയർഫുള്ളായിട്ട് പറയുന്നത്. പക്ഷേ കേസ് ബൈ കേസസിൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് പറയുന്നതിൽ ഒരു റിലാക്സേഷൻ വരുത്താം. പക്ഷേ
പ്രിഫറബിളി ഈ ഡോക്യുമെന്റ്സും കൂടെ ഉള്ളതാണ് നല്ലത്. അപ്പം നമ്മൾ നേരെ കാരണം അതില്ലാണ്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൂവ് ചെയ്യണം, നാഷണൽ ഐ ഡി വേണം, അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ആ രാജ്യത്താണ് എന്നുള്ള കാണിക്കുന്ന അങ്ങനത്തെ രേഖകൾ ഉണ്ടെങ്കിലേ നമുക്ക് ശരിക്കും അങ്കിളിന്റെ, കാരണം ഈ പറയുന്ന ആള് ഈ കുട്ടിയുടെ അങ്കിളോ അല്ലെങ്കിൽ ആന്റി ആണെന്ന് തെളിയിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഫേക്ക് ആയിട്ട് കല്യാണം കഴിച്ചു വരുന്ന ആൾക്കാരുണ്ട്, സഹോദരങ്ങൾ, കസിൻസ്, അങ്ങനെ പൈസ കൊടുത്തൊക്കെ ചെയ്യുന്ന ഒത്തിരി പരിപാടികളുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാന്ന് തെളിയിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ അതിന് നമുക്കറിയാം ഇപ്പൊ ബുദ്ധിമുട്ട് വരുന്ന സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ആയിരിക്കും നമ്മളെ വിളിച്ചിട്ട് ലെക്ചറൊക്കെ തരും, ഇങ്ങനെ തരാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആപ്ലിക്കേഷൻസിൽ ഇച്ചിരി സംശയം അവർക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ രേഖകൾ കൂടി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടുന്നത്. യൂണിവേഴ്സിറ്റിയാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു മാജിക് നമ്പേഴ്സും ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഈ വീഡിയോ. മാസ്റ്റേഴ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ സിബ്ലിങ്സോ കസിൻസോ ആരെങ്കിലും പഠനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫാമിലിയിൽപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായും ഓസ്ട്രേലിയ നോക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്കറിയാം. നിങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. This is Jaswin and she's signing out from Hola World YouTube channel.